യുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് വിവാഹപ്പന്തൽ ഉയർന്ന വീട്, ഉറ്റവരും ബന്ധുക്കളുമെല്ലാം അവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ കല്യാണച്ചക്കൻ ഇല്ലാത്ത വീടിന്റെ അവസ്ഥ എന്താകും? വിവാഹാഘോഷം നടക്കേണ്ട ആ വീടിപ്പോൾ ശോകമൂകം. വിവാഹത്തിന് 3 ദിവസം മുൻപ് വിഷ്ണുജിത്ത് മലപ്പുറം പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് സാമ്പത്തിക ആവശ്യത്തിനായി പാലക്കാട്ടേക്ക് പോയതാണ്. വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ പോലീസ് പലയിടത്തും തിരച്ചിൽ നടത്തി. എന്താണ് അവന് സംഭവിച്ചത്? അതേക്കുറിച്ച് അറിയണം. ഇതോടൊപ്പം ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിലുണ്ടായ വഴിത്തിരിവും, തിരുവനന്തപുരം വർക്കലയിൽ യുവാവിനെ സഹോദരൻ കൊലപ്പെടുത്തിയ സംഭവം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മലപ്പുറം പള്ളിപ്പുറം എന്ന കൊച്ചു ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ് വിഷ്ണുജിത്ത് എന്ന യുവാവിന്റെ തിരോധാനം. കഴിഞ്ഞ 4 ദിവസമായി ബന്ധുക്കളും പ്രതിസുത വധുവും അവനെ കാത്തിരിക്കുന്നുണ്ട്. വിവാഹാഘോഷം നടക്കേണ്ട പള്ളിപ്പുറത്തെ വിഷ്ണുജിത്തിന്റെ വീട്ടിലേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു നൊമ്പരം. അവൻ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. വിവാഹത്തിനുള്ള സാമ്പത്തികം കണ്ടെത്താൻ പാലക്കാട്ടേക്ക് യാത്ര പോയ യുവാവിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? പോലീസിന്റെ അന്വേഷണത്തിൽ ആകെ കണ്ടെത്താൻ കഴിഞ്ഞത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ വിഷ്ണുജിത്ത് എത്തിയ CCTV ദൃശ്യങ്ങൾ മാത്രമാണ്. മലപ്പുറം പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. പാലക്കാട് കോയമ്പത്തൂർ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മലപ്പുറം പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. മലപ്പുറം DSP നേതൃത്വത്തിലാണ് അന്വേഷണം. വിഷ്ണുജിത്ത് കഞ്ചിക്കോട് മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത് എന്നതുകൊണ്ട് ആ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുന്നത്. അതേസമയം 4-ാം തീയതി വിഷ്ണുജിത്ത് പാലക്കാട് KSRTC ബസ് ടെർമിനലിൽ വന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിക്കാത്തതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത്. അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കഞ്ചിക്കോട് മേഖലയിലാണ് അവസാനമായിട്ട് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. അതിനുശേഷം വിഷ്ണുജിത്ത് ഫോൺ ഉപയോഗിച്ചിട്ടില്ല. കല്യാണത്തിന്റെ 4 ദിവസം മുൻപ് പണം കൂടുതൽ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പാലക്കാട് പോയി എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. കല്യാണം ഇന്നലെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആ ദിവസവും കടന്നുപോയിരിക്കുന്നു. പക്ഷേ വിഷ്ണുജിത്ത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം ആൾ മാറി നിൽക്കുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഇതിലുണ്ടോ എന്നുള്ളതിൽ ആശങ്കയിലാണ് ഇപ്പോൾ കുടുംബമുള്ളത്. എന്നറിഞ്ഞും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. വിഷ്ണുജിത്തിനെ ഏറെ വൈകാതെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. മലപ്പുറം നിന്നും CB അനുമോദ്, ന്യൂസ് 18. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന കേസിനെ കുറിച്ചറിഞ്ഞാൽ മനസാക്ഷിയുള്ളവരുടെ ഉള്ളു നീറും. അവിഹിത ബന്ധത്തിൽ പിറന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിയും കാമുകനും പിടിയിലായിരുന്നു. ഒടുവിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവത്തിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുത്ത് മറ്റൊരു യുവാവ് പോലീസിന് മുൻപാകെ എത്തിയതോടെ ആകെ ആശയക്കുഴപ്പം. മുഖ്യപ്രതി രതീഷ് അല്ല കുഞ്ഞിന്റെ പിതാവെന്നും അയാൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്നുമാണ് സംശയം. കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ തന്നെ യുവതി ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നതായും മൊഴിയുണ്ട്. കേസിലെ 1-ാം പ്രതിയായ കുഞ്ഞിന്റെ അമ്മ പള്ളിപ്പുറം സ്വദേശിനി ആശാ മനോജിനെയും സുഹൃത്ത് രതീഷിനെയും ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞിന്റെ പിതൃത്വത്തിൽ ആശയക്കുഴപ്പമുയർന്നിരുന്നു. പ്രസവ സമയത്തടക്കം ആശുപത്രിയിലുണ്ടായിരുന്ന ബന്ധുവായ മറ്റൊരു യുവാവും യുവതിയുടെ സുഹൃത്താണെന്ന് പോലീസിന് വിവരം കിട്ടി. വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തപ്പോൾ കുട്ടിയുടെ പിതൃത്വമേറ്റെടുത്ത് യുവാവ് മൊഴി നൽകിയെന്നാണ് വിവരം. ഇതോടെ DNA പരിശോധനയ്ക്കായി പോലീസ് 3 പേരുടെയും സാമ്പിൾ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 31-ന് ആശുപത്രി വിട്ട ശേഷം ആശയും ഈ യുവാവും കുഞ്ഞുമായി അന്ധകാരനാഴി കടപ്പുറത്ത് പോയിരുന്നു. രാത്രിയോടെ രതീഷിനെ വിളിച്ചു വരുത്തി പള്ളിപ്പുറത്ത് വെച്ച് കുഞ്ഞിനെ കൈമാറി. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം രാത്രി തന്നെ രതീഷ് ആശയെ വിളിച്ചറിയിച്ചിരുന്നു.
അതിനുശേഷമാണ് ആശ ഉറങ്ങിയതെന്നും പോലീസ് പറയുന്നു. ഗർഭിണിയാണെന്നറിഞ്ഞതു മുതൽ ഗർഭം അലസിപ്പിക്കാനെന്ന പേരിലും പ്രസവ സമയത്തും രതീഷിൽ നിന്ന് ആശ 2 ലക്ഷം രൂപ വാങ്ങിയതായും മൊഴിയുണ്ട്. കഴിഞ്ഞ മാസം 31 രാത്രി രതീഷ് തന്റെ വീട്ടിൽ വെച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് പ്രേരണയും പിന്തുണയും നൽകിയെന്നാണ് ആശയുടെ പേരിലുള്ള കുറ്റം. കൊലപാതക വിവരം 2-നാണ് പുറത്തറിഞ്ഞത്. അന്ന് തന്നെ ഇരുവരെയും പോലീസ് പിടികൂടുകയും കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. കൊലയാളിയുടെ തലയ്ക്കുമേലെന്നും ഒരു വാൾ ഉയർന്നു നിൽക്കും. എപ്പോൾ വേണമെങ്കിലും ജീവൻ തന്നെ നഷ്ടപ്പെടാമെന്ന ഭീതിയോടെ ആയിരിക്കും അവരുടെ ജീവിതം. തിരുവനന്തപുരം വർക്കലയിൽ കൊലക്കേസ് പ്രതിയായ യുവാവിന്റെ ജീവനെടുത്തത് സ്വന്തം സഹോദരനാണ്. വാക്കുതർക്കത്തെ തുടർന്നുള്ള കയ്യാങ്കളിക്കിടെയാണ് വർക്കല സ്വദേശി അജിത്തിനെ സഹോദരൻ അനീഷ് കൊലപ്പെടുത്തിയത്. 2017 നടന്ന കൊലക്കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിൽ നിൽക്കെയാണ് നാടിന് നടുക്കിയ സംഭവം. കേസിൽ പ്രതി അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വർക്കലയിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്കിനിടെയാണ് മർദ്ദനമേറ്റ് യുവാവ് മരിച്ചത്. കാറാത്തല ലക്ഷം വീട് അജിവിലാസത്തിൽ 36-കാരനായ അജിത്താണ് മരിച്ചത്. സംഭവത്തിൽ സഹോദരൻ അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച രാത്രി 10:30-യോടെയാണ് സംഭവം. 2017 ഒരു കൊലപാതക കേസിൽ 1-ാം പ്രതിയാണ് കൊല്ലപ്പെട്ട അജിത്ത്. ഈ കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണ്. കേസിൽ അജിത്തിന് ശിക്ഷ ലഭിക്കാവുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ വാക്കേറ്റവും അടിപിടിയുമുണ്ടായി. അടിയേറ്റ് നിലത്തു വീണ അജിത്തിന്റെ മുഖത്തും തലയിലും ആഴത്തിൽ മുറിവേറ്റു. തല തറയിൽ ശക്തിയായി ഇടിച്ചതുമൂലം തലയോട്ടിക്കും പൊട്ടലേറ്റിട്ടുണ്ട്. അജിത്തിനെ ഉടൻ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അനീഷിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കുപ്രസിദ്ധ ഗുണ്ട റിയാസിന്റെ മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കിന്റെ ഉറവിടം എവിടെ? കഴിഞ്ഞ 3 മാസമായി ആലുവ റൂറൽ പോലീസ് ആ കേസിന് പിന്നാലെയായിരുന്നു. തോക്ക് തേടിയുള്ള അന്വേഷണമെത്തിയത് ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിലേക്കാണ്. അനസിന് തോക്ക് നൽകിയത് കൊച്ചി എളമക്കര സ്വദേശിയായ അൽത്താഫ് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. റിയാസ് 1-ാം പ്രതിയായ കേസിൽ പെരുമ്പാവൂർ അനസിനെയും അൽത്താഫിനെയും പ്രതി ചേർത്തു. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതി കൂടിയായ അൽത്താഫിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാണ്. കുപ്രസിദ്ധ ഗുണ്ട റിയാസിന്റെ മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും 20 വെടിയുണ്ടകളും പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മെയ് മാസത്തിലാണ്. തോക്കുകൾ കൈമാറിയത് ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസാണെന്നും ഇത് 3 വർഷമായി സൂക്ഷിക്കുന്നുണ്ടെന്നുമായിരുന്നു റിയാസിന്റെ മൊഴി. പിടികൂടിയ തോക്കുകൾക്ക് 2021 കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ടെന്ന സൂചനയും ലഭിച്ചിരുന്നു. അന്ന് സ്വർണ്ണക്കടത്ത് സംഘത്തിന് സംരക്ഷണമൊരുക്കിയത് ചെർപ്പുളശ്ശേരിയിലെ കൊട്ടേഷൻ സംഘമായിരുന്നു. സ്വർണ്ണക്കടത്ത് സംഘത്തിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയാണ് അനസ് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് തോക്കുകൾ എത്തിച്ച് റിയാസിന് കൈമാറിയതെന്നായിരുന്നു വിവരം. പോലീസ് റിയാസിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് അനസിന് പുറമെ കൊട്ടേഷൻ സംഘാംഗം അൽത്താഫിനെ കുറിച്ചും സൂചന ലഭിച്ചത്. റിയാസിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തോക്ക് അനസിന് കൈമാറിയത് അൽത്താഫ് എന്നാണ് റിയാസിന്റെ മൊഴി. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതിയായ അൽത്താഫ് കൊച്ചിയിൽ നിരവധി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കും പിരിവിനും നേതൃത്വം നൽകുന്നുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മരടിൽ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച അനസിന്റെ കൂട്ടാളി ആഷ്ലിൻ ബൽമനെ ഇവിടെ എത്തിച്ചത് അൽത്താഫാണെന്നും പോലീസ് സംശയിക്കുന്നു. മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്ന് തോക്ക് പിടിച്ചെടുത്ത കേസിൽ റിയാസ് 1-ാം പ്രതിയും അനസ് 2-ാം പ്രതിയും അൽത്താഫ് 3-ാം പ്രതിയുമാണ്. ആലങ്ങാട് പോലീസ് കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ അൽത്താഫിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പോലും ഇരകളാകപ്പെട്ട തൊഴിലിടമാണ് മലയാള സിനിമ. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ
സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറയുകയാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ദേവകി ഭാഗി. 16-ാം വയസ്സിൽ സിനിമയിൽ വീണ്ടും അവസരം ലഭിച്ചെങ്കിലും കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് ഡയറക്ടർ പറഞ്ഞതിനെ തുടർന്ന് അച്ഛൻ സിനിമയിലേക്ക് വിട്ടില്ല. പിന്നീട് ആഭാസം സിനിമയിൽ അഭിനയിച്ചപ്പോൾ മറ്റ് ക്രൂ മെമ്പേഴ്സും ഇതേ അനുഭവം പങ്കുവച്ചെന്നും WCC അംഗം കൂടിയായ ദേവകി കോഴിക്കോട്ടെ ഒരു പൊതുപരിപാടിയിൽ വെളിപ്പെടുത്തി. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്ന് ആദ്യം ദുരനുഭവം ഉണ്ടാകുന്നത്. ചെറിയൊരു കുട്ടിക്ക് അത്തരമൊരു അനുഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് സിനിമയ്ക്കകത്ത് അത്തരം ക്രിമിനൽ മനസ്സുള്ള ഒരു ഗ്രൂപ്പുണ്ട് എന്ന് തന്നെയാണെന്ന് ദേവകി ഭാഗി പറയുന്നു. +1 പഠിക്കുമ്പോൾ സിനിമയിൽ വീണ്ടും അവസരം ലഭിച്ചു. അന്ന് സംവിധായകനെ കണ്ടപ്പോൾ പറഞ്ഞത് എല്ലാ സ്ത്രീകളും കാസ്റ്റിംഗ് കൗച്ചിലൂടെ കടന്നു വന്ന ശേഷമാണ് സിനിമയിൽ എത്തിയിട്ടുള്ളതെന്നാണ്. പേടിയൊക്കെ സ്ക്രീൻ ടെസ്റ്റ് കഴിയുമ്പോൾ മാറ്റിത്തരാമെന്നും അയാൾ പറഞ്ഞു. കുറെ നേരത്തേക്ക് അതിന്റെ ഷോക്ക് വിട്ടുമാറിയിരുന്നില്ല. അയാളോട് താൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും അച്ഛനെ വിളിച്ച് ശല്യം ചെയ്തപ്പോൾ മകളെ സിനിമയിലേക്ക് അയക്കുന്നില്ലെന്ന് ദേഷ്യത്തോടെ പറയുകയായിരുന്നു. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കുട്ടിയുടെ അടുത്ത് ഒരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായൊരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമയ്ക്കകത്ത് അത്ര ക്രിമിനൽ മൈൻഡുള്ള പെഡോഫൈൽസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കുറേ നാളത്തേക്ക് ആ ഭീതിയിൽ പിന്നീട് അച്ഛനോ അമ്മയോ ആരും സിനിമയെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കാതിരുന്നു. അച്ഛൻ കൂടുതൽ ശ്രമിക്കാനൊന്നും നടന്നില്ല. +1 പഠിക്കുമ്പോൾ ഇതേപോലെ വീണ്ടും ഒരു സിനിമയിൽ അവസരം വരുന്നു. ആ അവസരത്തിൽ ആ ഡയറക്ടർ, അതായത് ആ സിനിമയുടെ അവസരവുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് സിനിമയിൽ എല്ലാ സ്ത്രീകളും കാസ്റ്റിംഗ് കൗച്ചിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമാണ് സിനിമയിൽ എത്തിയിട്ടുള്ളത്. അവരിപ്പോൾ ഒരുപാട് വലിയ എമൗണ്ടൊക്കെ സാലറി ആയിട്ട് മേടിക്കുന്നുണ്ട്. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മോള് പേടിക്കൊന്നും വേണ്ട, മോളുടെ പേടിയൊക്കെ സ്ക്രീൻ ടെസ്റ്റ് കഴിയുമ്പോൾ മാറ്റിത്തരാമെന്നാണ്. ആഭാസം എന്ന ആദ്യ സിനിമയിൽ ചെറിയൊരു റോളാണ് ചെയ്തത്. അന്ന് കൂടെ പ്രവർത്തിച്ച കുട്ടികളിൽ നിന്നും ഓഡിഷന് പോകുമ്പോൾ പരിചയപ്പെടുന്ന കുട്ടികളിൽ നിന്നും മനസ്സിലാക്കിയത് താൻ കുട്ടിക്കാലത്ത് കണ്ട സിനിമയുടെ ഒരു ഭീകരപക്ഷം വളരെ ശക്തമായി തുടരുന്നു എന്നാണെന്നും ദേവകി ഭാഗി പറയുന്നു. ഷൂട്ടിംഗ് സെറ്റുകളിൽ കുട്ടികൾക്കടക്കം ദുരനുഭവം ഉണ്ടാകുന്നുണ്ടെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ദേവികയുടെ വാക്കുകൾ. ന്യൂസ് 18 കോഴിക്കോട്. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ കേസിൽ പ്രതികൾക്ക് മുൻകൂറും ജാമ്യം ലഭിച്ചതോടെ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താകും? പ്രതികളായ മുകേഷ്, ഇടവേള ബാബു, മണിയൻപിള്ള രാജു എന്നിവരെ ചോദ്യം ചെയ്തതിലടക്കം ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് പോലീസ്. നടൻ മുകേഷിന് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇതിനെതിരെ അപ്പീലിന് പോകേണ്ട എന്നാണ് സർക്കാർ നിലപാട്. പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പരാതിക്കാരി. യുവാവിനെ ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിനും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ കേസിലെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നത്. മുകേഷ് MLAയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ നൽകേണ്ട എന്ന് സർക്കാർ അറിയിച്ചതോടെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആശയക്കുഴപ്പത്തിലാണ് SIT. ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെടണോ എന്നതിലും തീരുമാനമായില്ല. പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാനോ പരാതിക്കാരെ ഭീഷണിപ്പെടുത്താനോ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അതിനിടെ നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ എത്തില്ലെന്ന് പരാതിക്കാരി അറിയിച്ചു. നിവിൻ പോളി നൽകിയ പരാതിയിൽ ഉടൻ അന്വേഷണം നടത്തും. തനിക്കെതിരായ പരാതി വ്യാജമാണെന്നും ഗൂഢാലോചനയുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടാണ് നിവിൻ മുഖ്യമന്ത്രിക്കും DGPക്കും SITക്കും പരാതി നൽകിയത്. അതിനിടെ നടൻ മുകേഷിന് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇതിനെതിരെ അപ്പീലിന് പോകേണ്ട എന്നാണ് സർക്കാർ നിലപാട്. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. അപ്പീലിന് സാധ്യതയില്ലെന്ന് മറുപടി നൽകാനാണ് തീരുമാനം. എന്നാൽ പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിക്കുന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പരാതിക്കാരി. ഹർജി ഹൈക്കോടതി പരിഗണിച്ചാൽ സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അപ്പീൽ നൽകുന്ന കാര്യത്തിൽ അഭിഭാഷകരുമായി ആലോചിച്ച് 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കും. അതേസമയം യുവാവിനെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലുള്ള കേസിലാണ് മുൻകൂർ ജാമ്യം. അതിക്രമം നടന്നത് ബംഗളൂരുവിലായതിനാൽ
അവിടേക്ക് കേസ് കൈമാറുന്നതായി പോലീസ് കോടതിയെ അറിയിച്ചു. ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ഇടക്കാല ജാമ്യം നൽകിയത്. ന്യൂസ് 18 കൊച്ചി. RSSുമായുള്ള കൂടിക്കാഴ്ച, തൃശൂർ പൂരവിവാദം, ശബരിമലയിലെ അമിതാധികാര പ്രയോഗം തുടങ്ങി ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല. ഇക്കാര്യത്തിൽ ഇന്റലിജൻസ് നേരത്തെ വിവരങ്ങൾ നൽകിയെങ്കിലും മറച്ചുവെച്ചത് ആരാണ്? ആരോപണ ശരങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ അജിത് കുമാറിനെ ഇനിയും മുഖ്യമന്ത്രിക്ക് സംരക്ഷിക്കാൻ കഴിയുമോ? അജിത് കുമാറിനെതിരായ പുതിയ ആരോപണങ്ങൾ DGPയാണ് നേരിട്ട് അന്വേഷിക്കുന്നത്. പരാതി ലഭിച്ചില്ലെങ്കിലും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ മുഖ്യമന്ത്രിയും DGPയുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണത്തിൽ CPM നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പരാതി ലഭിച്ചിട്ടില്ലെങ്കിലും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനോട് നിർദ്ദേശിച്ചു. PV അൻവർ MLA നൽകിയ പരാതികളിലും ഉന്നയിച്ച ആരോപണങ്ങളിലും നടക്കുന്ന അന്വേഷണം പൂർത്തിയാകും മുമ്പേ ഈ അന്വേഷണം പൂർത്തിയാക്കണം. അതും DGP നേരിട്ട് അന്വേഷിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ADGPയുടെ വിവാദ കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച് മുമ്പ് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു. അന്ന് നടപടിയെടുക്കാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ADGPക്കെതിരായ നടപടിക്കുള്ള സൂചനയാണെന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. അതേസമയം ശബരിമലയിൽ ADGP അജിത് കുമാർ അമിത അധികാരം ഉപയോഗിക്കുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കടന്നുകയറി, പ്രത്യേക താൽപര്യത്തിൽ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചു. പമ്പയിലെ പാർക്കിംഗ് ADGPയുടെ പ്രത്യേക നിയന്ത്രണത്തിലാക്കി. ദേവസ്വം പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അസുഖകരമായി പെരുമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ADGPക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകാത്തതിൽ വലിയ വിമർശനമാണ് സർക്കാർ നേരിടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാർട്ടി തള്ളിപ്പറഞ്ഞു, മുഖ്യമന്ത്രി കണ്ണുരുട്ടു. എന്നാൽ PV അൻവർ വഴങ്ങുന്ന മട്ടില്ല. ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് നിലമ്പൂർ MLA. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ അന്വേഷണം ശരിയായി നടക്കില്ലെന്നും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഇക്കാര്യം അറിയിക്കുമെന്നുമുള്ള നിലപാടിലാണ് അദ്ദേഹം. മലപ്പുറം മുൻ SP സുജിത് ദാസ് ഫോൺ ചോർത്തുന്ന ആളെന്നും അൻവർ കുറ്റപ്പെടുത്തി. ADGP MR അജിത് കുമാറിനും മുൻ SP സുജിത് ദാസിനുമെതിരെ നിശ്ചിത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു PV അൻവറിന്റെ സമ്മേളനം. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എഴുതി നൽകുമെന്ന് ആവശ്യപ്പെടുമെന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് നീങ്ങണമെന്നില്ല എന്ന ആശങ്കയും അൻവർ പങ്കുവച്ചു. കാരണം അജിത് കുമാറിന് ഇവരെ ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്വേഷണ സംഘം നരാമണ്ണം അന്വേഷണം നടത്തണമെങ്കിൽ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അൻവർ ആവർത്തിച്ചു. ADGP അജിത് കുമാർ ഈ ചുമതലയിൽ നിന്ന് തെറിക്കുന്നതോട് കൂടിയിട്ട് ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥരും ജനങ്ങളുമൊക്കെ തെളിവുകളുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ആ പൊസിഷനിൽ ഇപ്പോഴും ഇരിക്കുന്നതിൽ ഞാൻ ഇതുവരെ അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ ബോധ്യങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിരീക്ഷിക്കണമെന്ന് കൂടിയാണ്
എനിക്ക് ഈ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കേന്ദ്ര ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കുന്നതിനെ അൻവർ എതിർക്കുകയും ചെയ്തു. കാരണം അജിത് കുമാറിന് RSS BJPയുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം അന്വേഷണങ്ങൾ ഫലം കാണില്ല. മറിച്ച് കേരളത്തിലെ തന്നെ മിടുക്കരായ ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത്. അതിന് അജിത് കുമാറിനെ ക്രമസമാധാന ചുവടിൽ നിന്ന് മാറ്റിയാൽ മാത്രം മതിയെന്നായിരുന്നു അൻവറിന്റെ വാക്കുകൾ. ഇനിയും ADGP അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ താഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തും എന്ന് ഞാൻ കരുതുകയാണ്. അതേസമയം മുൻ SP സുജിത് ദാസിനെതിരെ അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ വീണ്ടും തുടർന്നു. സുജിത് ദാസ് ATSന്റെ ചുമതലയിലിരിക്കെ അരീക്കോട് MSP ക്യാമ്പിലെ ATS സെന്ററിൽ നിന്നും ഫോണുകൾ ചോർത്തിയിരുന്നു എന്ന് അൻവർ പറഞ്ഞു. ഇത് സ്വർണ്ണക്കടത്തിന്റെ സംഘങ്ങളെ അവരെ സഹായിക്കാനും സ്വർണം തട്ടിയെടുക്കാനും ഒക്കെ ഇത്തരം ഫോൺ കോളുകൾ ചോർത്താൻ സുജിത് ദാസ് നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും ഗുരുതരമായ ഒരു ആരോപണമായി അൻവർ MLA ഉന്നയിച്ചു. ഈ സുജിത് ദാസിന്റെ നടപടികൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നടപടികൾ അന്വേഷിക്കണമെന്ന ആവശ്യം വീണ്ടും അൻവർ MLA ആവർത്തിച്ചു. ഇവിടെ എല്ലാ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും എല്ലാ ഫോണും ഞങ്ങൾ ചോർത്തുന്നുണ്ട്. ഞങ്ങൾക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ ഈ സംസ്ഥാനം ഉണ്ടാവില്ല. ഇവിടെ ഭരണപക്ഷം ഉണ്ടാവില്ല, പ്രതിപക്ഷം ഉണ്ടാവില്ല, BJP ഉണ്ടാവില്ല. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് തന്റെ കൈവശമുള്ള തെളിവുകൾ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഹാജരാക്കുമെന്നും മുഖ്യമന്ത്രിയെ കാണാൻ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും എന്നും അൻവർ പറഞ്ഞു. ഇക്കാര്യത്തിൽ അന്വേഷണങ്ങൾ ശരിയായ ദിശയിൽ നടക്കണമെങ്കിൽ അജിത് കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള നീക്കങ്ങൾ മാത്രമേ ഫലം കാണുകയുള്ളൂ എന്നും അൻവർ ആവർത്തിച്ചു. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പറയും CV അനുമോദ്, ന്യൂസ് 18. വർഷം 1 കഴിഞ്ഞിട്ടും ദുരൂഹത ഒഴിയാത്ത കേസാണ് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനം. മാമിയെ കണ്ടെത്താൻ ഇതുവരെയും കഴിയാത്തത് പോലീസിന് മേൽ വലിയ ആക്ഷേപമാണ് ഉയർത്തിയത്. ഒടുവിൽ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് പ്രാഥമിക നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. മാമിയുടെ മകൾ അദീബയിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. മറ്റു ബന്ധുക്കളുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. 2023 ഓഗസ്റ്റ് 22 വീട്ടിൽ നിന്നിറങ്ങിയ മാമി പിന്നെ തിരിച്ചെത്തിയിട്ടില്ല. മാമി തിരോധാനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയതിനു പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. റേഞ്ച് IG പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. DSP KU പ്രേമനാണ് അന്വേഷണ ചുമതല. മാമിയുടെ മകളിൽ നിന്ന് സംഘം വിവരങ്ങൾ ശേഖരിച്ചു. മറ്റ് ബന്ധുക്കളുടെ മൊഴികൾ ഉടൻ രേഖപ്പെടുത്തും. കേസന്വേഷിച്ച ആദ്യ 2 സംഘങ്ങളിലുമുള്ള അതൃപ്തി മാമിയുടെ കുടുംബം ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. ഏറ്റവും ഒടുവിൽ കേസന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരായുള്ള പരാതിയും നൽകി. അവർ നല്ലോണം വന്നിട്ട് നല്ല രീതിയിൽ മൊഴിയെടുത്തിട്ടുണ്ട്. അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവർ പിന്നെ വരുമെന്ന് പറഞ്ഞതാണ്. നടക്കാവ് പോലീസിനെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷേപമൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മൊഴിയെടുക്കാൻ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല. പരാതി കൊടുക്കും, പുതിയ പരാതി പോലീസിന്റെ വീട്ടിൽ ഉൾപ്പെടുത്തി ചൂണ്ടിക്കാട്ടിയുള്ള പരാതി കൊടുക്കുന്നു. എന്നായിരിക്കും പരാതി കൊടുക്കുക? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഫാമിലി ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നു. ആദ്യം നടക്കാവ് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. അന്വേഷണം തൃപ്തികരമല്ലെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മാമിയുടെ കുടുംബം ഹൈക്കോടതിയെയും സമീപിച്ചു. CBI അന്വേഷണത്തിൽ എതിർപ്പില്ലെന്ന് SIT വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിറങ്ങിയത്. 2023 ആഗസ്റ്റ് 22 വീട്ടിൽ നിന്നിറങ്ങിയ മാമിയെ കാണാതാകുന്നത്. അത്തോളി തലക്കളത്തൂരിലാണ് അവസാനം ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയത്. ഇതിനുശേഷം ഫോണിൽ ബന്ധപ്പെടാനായിരുന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. കേസിൽ ഇതുവരെ 180ഓളം പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരോധാനവുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളടക്കം പരിശോധിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചി നഗരത്തിലേക്ക് വന്നാൽ അർദ്ധരാത്രിയിൽ ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി യുവാക്കളുടെ പല അഭ്യാസ പ്രകടനങ്ങളും കാണാൻ കഴിയും. ബൈക്ക് റേസിംഗും അമിത ശബ്ദം മുഴക്കിയുള്ള യാത്രയും പതിവാണ്. കൊച്ചി നഗരത്തിൽ യുവാക്കൾ സാഹസിക ബൈക്ക് യാത്ര നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. സൗത്ത് പാലത്തിലൂടെ മദ്യക്കുപ്പിയും കയ്യിൽ പിടിച്ച് യാത്ര ചെയ്ത 4 യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹെൽമറ്റ് പോലും വെക്കാതെയാണ് അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ചത്. പിന്നാലെ വന്ന കാറിലുണ്ടായിരുന്നവർ ദൃശ്യങ്ങൾ പകർത്തി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയായിരുന്നു.
എറണാകുളം സൗത്ത് മേൽപ്പാലത്തിലൂടെ 4 യുവാക്കൾ ബൈക്കിൽ മദ്യക്കുപ്പികളുമായി യാത്ര ചെയ്തത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയാണ്. 4 പേർക്കും ഹെൽമറ്റ് ഇല്ല. വാഹനത്തിന്റെ പിന്നിലിരിക്കുന്നവരുടെ കയ്യിൽ ബിയർ കുപ്പിയുള്ളതും ദൃശ്യങ്ങളിൽ വ്യക്തം. ബൈക്കിന്റെ പിന്നാലെ വന്ന കാർ യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യം പ്രചരിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. തേവര സ്വദേശികളായ യുവാക്കളാണ് അപകടകരമായ രീതിയിൽ ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി ബൈക്കിൽ സഞ്ചരിച്ചതെന്ന് വ്യക്തമായി. പിന്നാലെ തേവര സ്വദേശികളായ അമർ കൃഷ്ണ, ഹരികൃഷ്ണൻ, അമൽ പ്രസാദ്, വിവേക് എന്നിവരെ കടവന്തറ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെങ്കിലും ബൈക്ക് കസ്റ്റഡിയിലെടുത്തു. അമർ കൃഷ്ണയും അമൽ പ്രസാദും കഞ്ചാവ് കേസിലെ പ്രതികളാണ്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും മനുഷ്യജീവന് ഭീഷണി സൃഷ്ടിച്ചതിനുമാണ് പോലീസും എൻഫോഴ്സ്മെന്റ് RTOയും യുവാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. ബൈക്ക് ഓടിച്ച യുവാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും RTO അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കം തട്ടിക്കൊണ്ടുപോകലിലും ആക്രമണത്തിലുമാണ് കലാശിച്ചത്. തട്ടിക്കൊണ്ടുപോയ സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒടുവിൽ ചെന്നെത്തിയത് പെരിയാട്ടടുക്കത്തെ 3 നില കെട്ടിടത്തിലാണ്. അവിടെ എത്തിയ പോലീസ് മർദ്ദനമേറ്റ് അവശരായ 2 പേരെയും രക്ഷപ്പെടുത്തി. 2 അംഗ സംഘത്തെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടെ 6 പേരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 നില കെട്ടിടത്തിലെ മുകളിലെ മുറിയിൽ പൂട്ടിയിട്ട് 2 അംഗ സംഘത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. കർണാടക ബൽഗാമിൽ സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട് 2 പേരെ കാറിൽ തട്ടിക്കൊണ്ടുവന്ന് മുറിയിൽ പൂട്ടിയിട്ട് വധിക്കാൻ ശ്രമിച്ചു. നീലേശ്വരം കോട്ടപ്പുറം സ്വദേശി ഷെരീഫ് ഇടക്കാവിൽ, കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി M സജി എന്നിവരെയാണ് 6 അംഗ സംഘം വധിക്കാൻ ശ്രമിച്ചത്. ദേശീയപാതയിൽ പെരിയട്ടടക്കം ടയർ കടയുടെ സമീപത്തെ 3 നില കെട്ടിടത്തിന്റെ മുകളിലെ മുറിയിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 3-ന് 2 പേരെയും എത്തിച്ച് വധിക്കുവാൻ ശ്രമിച്ചത്. വിവരമറിഞ്ഞ് ബേക്കൽ പോലീസ് എത്തുകയും 2 പേരെ രക്ഷിക്കുകയും 6 അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ V അജയകുമാർ, കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശികളായ KH സൽമാൻ ഹാരിസ്, AJ ഹംസത്തുൽ കരാർ, AH മജീദ്, പെരിയട്ടടുക്കത്തെ M മുഹമ്മദ് അഷ്റഫ്, CH മുഹമ്മദ് റംഷിദ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ KP ഷൈന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഷെരീഫും സജിയും പഴയ സ്വർണം വാങ്ങാൻ ബൽഗാമിൽ പോയിരുന്നു. എന്നാൽ ഇവരുടെ കയ്യിലുണ്ടായ 7.5 ലക്ഷം രൂപ കർണാടകയിലെ സംഘം കബളിപ്പിച്ച് തട്ടിയെടുത്തു. പണം നഷ്ടപ്പെട്ട് ബൽഗാമിൽ നിന്ന് ബസ്സിൽ മംഗളൂരുവിൽ തിരിച്ചെത്തിയ ഇവരെ ദൌത്യം ഏൽപ്പിച്ച 6 അംഗ സംഘം കാറിൽ പെരിയട്ടടുത്തേക്ക് തട്ടിക്കൊണ്ടുവരികയും ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് വധിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇരുവരെയും ബൽഗാമിലേക്ക് അയച്ച സംഘം നഷ്ടപ്പെട്ട പണം തിരിച്ചു ചോദിച്ചാണ് വധിക്കുവാൻ ശ്രമിച്ചതെന്ന് ബേക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. പത്തനംതിട്ടയിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ തെറിയാഭിഷേകം. ദളിത് കോൺഗ്രസ് നേതാവ് കൂടിയായ ഷാജിക്ക് നേരെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ അസഭ്യവർഷം നടത്തിയത്. സംഭവത്തിൽ VT ഷാജി KPCC അധ്യക്ഷന് പരാതി നൽകിയിട്ടുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമായി ഷാജിയെ ആക്രമിക്കാൻ രാത്രിയിൽ അഖിൽ എത്തിയെന്നും പരാതിയിൽ പറയുന്നു. പറയല്ല, നീ മനസ്സിലായില്ലേ? ദേ വടവനെ നിപ്പോണ്ട് ചെയ്യാൻ നീ വാ നീ അങ്ങ് പോ. കൂടെ വർത്താനം പറയണ്ട. ഞാൻ വടവനെ നിപ്പോണ്ട്, നീ അന്നേരം നീ വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങും. നാളെ രാവിലെ 10 മണിയാകുമ്പോൾ നിന്നെ വീട്ടിൽ ഞാൻ വീട്ടിൽ ഞാൻ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഓമനക്കൂടെ മോനലടാ. മനസ്സിലായില്ലേ? വെച്ചിട്ട് പോണ നീ റെക്കോർഡ് ചെയ്യോ, നീ ഏത്
കൊണ്ട് കൊടുക്കണ ആഗലോമനക്കൂടെ ഉണ്ടാക്കാൻ വന്നോ നിന്റെ വീട്ടിൽ കയറി നിന്റെ വീട്ടിലെത്തുക നീ റെക്കോർഡ് ചെയ്യും. നവമാധ്യമങ്ങളിൽ പ്രചരിച്ച കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മഹത്യാ സന്ദേശവുമായി ബന്ധപ്പെട്ട തർക്കമാണ് നേതാക്കൾ തമ്മിലുള്ള തെറിവിളിയിലേക്ക് നയിച്ചത്. ദളിത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് VT ഷാജിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടനാണ് ഫോൺ വഴി അസഭ്യവർഷം നടത്തിയത്. തന്റെ ഭാര്യയെയും കുടുംബത്തെയും അഖിൽ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഷാജി KPCC പ്രസിഡന്റ്, DCC പ്രസിഡന്റ് എന്നിവർക്ക് പരാതി നൽകി. നീ ആരെയാ പേടിപ്പിക്കുന്നേ? നീ എന്നെ പേടിപ്പിക്കണ്ട കേട്ടോ. നീ ഫോൺ റെക്കോർഡ് ചെയ്ത് നീ ആർക്ക് വേണേ കൊടുക്ക്. നീ ആരെയാ പേടിപ്പിക്കുന്നേ? ആരാ? ചേച്ചി അത് ചേച്ചി ആ പുള്ളിയോട് പറ, നിങ്ങളെ കെട്ടിയോണ്ട് പറ. എന്നെ ഉണ്ടാക്കുന്ന ഞാൻ ഷാജി വീഴ്ചയോടെ സംസാരിച്ച ഷാജി വീരുടെ ഭാര്യയോടല്ല. എന്നെ വന്ന് ചെത്തുമെന്ന് പറഞ്ഞെങ്കിൽ അയാളോട് പറഞ്ഞത് വടവനിൽ നിപ്പുണ്ട്, എന്നെ വന്ന് ചെത്തിന് പോകാൻ പറ. ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ട പ്രവർത്തകരുമായി ഷാജിയെ ആക്രമിക്കാൻ രാത്രിയിൽ അഖിൽ എത്തിയെന്നും പരാതിയിൽ പറയുന്നു. അർദ്ധരാത്രിയിലും അഖിൽ ഓമനക്കുട്ടൻ ഫോണിൽ ഷാജിയോട് അസഭ്യവർഷം നടത്തി. അതേസമയം ഒരു പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടെന്നുമാണ് അഖിൽ ഓമനക്കുട്ടന്റെ വിശദീകരണം. ഇങ്ങനെ രാവിലെ മിറ്റത്ത് പോയി പരിപാടിച്ചോടാ ഇങ്ങനെ ഞാൻ വെല്ലുവിളിക്കത്തില്ല. എനിക്കറിയാം ഞാൻ രാവിലെ 10 മണിക്ക് കാണിക്കാം. ന്യൂസ് 18 പത്തനംതിട്ട. കോടതി പരിസരത്ത് പോലീസും അഭിഭാഷകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ചിലപ്പോൾ നടക്കാറുണ്ട്. ആലപ്പുഴ രാമങ്കരി കോടതിയിൽ പോലീസും അഭിഭാഷകരും തമ്മിലുണ്ടായ കയ്യാങ്കളിയാണ് ഇതിലൊടുവിലത്തേത്. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ പ്രതിയെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങിയതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇയാൾക്കെതിരെ വേറെ കേസുണ്ടെന്ന് പറഞ്ഞ് പുളിങ്കുന്ന് സ്റ്റേഷനിലെ ASIയും CPOയും ചേർന്ന് പ്രതിയെ പിടികൂടാനെത്തിയപ്പോൾ അഭിഭാഷകൻ ഇടപെട്ടു. ഇതോടെ അഡ്വക്കേറ്റ് S ഗോപകുമാറിനെ പോലീസ് കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് പരാതി. സംഭവത്തെ തുടർന്ന് പോലീസിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. എന്നാൽ പതിവ് പോലെ അഭിഭാഷകർ വാദിയെ പ്രതിയാക്കുകയാണോ അതോ പോലീസാണോ കുറ്റക്കാർ? എന്താണ് സംഭവിച്ചതെന്ന കാര്യം പുറത്തു വരണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ചില കാര്യങ്ങൾ